ഹല്ലേലൂയ. അതായത് നമ്മുടെ സാമ്പ്രദായികമായ നമ്മുടെ രീതികളിലൂടെ നമുക്ക് തേടി പിടിക്കാൻ പറ്റാത്ത ഒരാത്മാവിനെയെങ്കിലും ഇന്ന് രാത്രി ദൈവരാജ്യത്തിന് വേണ്ടി നേടിയാൽ ഇതിനു വേണ്ടി ചെലവഴിച്ച എല്ലാ എക്സ്പെൻസസിനും തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. അതിനൊരു അങ്ങനെ ചെലവഴിച്ചതിന് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഈ പാട്ടുകളിലൂടെ കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കുന്നുണ്ട്, ദൈവം ഇടപെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജീവിതങ്ങളിൽ ഈ ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ആരാധിച്ച് മഹത്വപ്പെടുത്താം. വിനോദൻ എന്തോ പറയാനുണ്ട്? നമ്മൾ അടുത്തതായിട്ട് ഒരു പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ടെന്ന് മനസ്സിലാവും. വയലിൽ നമ്മളത് ആ പാട്ട് വായിക്കും. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രാൻസിസ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. ഈ പാട്ടിന് വേണ്ടി ഡാനിയലച്ചൻ പറയുമായിരിക്കും. അച്ഛൻ പറയാൻ പോകുന്ന പാട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ പറയട്ടെ. അത് ക്രൂശിതനെ ഉത്തിതനെ. അതെ അല്ലേ? ഞാൻ അച്ഛനെ വിളിക്കുമ്പോഴേക്കും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അതായത് എന്നെ പൊതിഞ്ഞ് പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എനിക്ക് അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? തിന്മ കാണാതെ, നമ്മൾ തിന്മ കാണാതിരിക്കുകയാണോ, തിന്മ നമ്മളെ കാണാതിരിക്കുകയാണോ? തിന്മ നമ്മളെ, ഒരു കള്ളൻ ഒരു കാര്യം മോഷ്ടിക്കാനായിട്ട് ഇങ്ങനെ നോട്ടുവിടും. പക്ഷേ ഈ നോട്ടുവിട്ട് സംഗതി കണ്ണിൽ, പിശാചിൻ്റെ കണ്ണിൽ പെടാതെ, കള്ളൻ്റെ കണ്ണിൽ പെടാതെ പൊതിഞ്ഞ് വെച്ചാൽ പിന്നെ കണ്ണെത്തില്ല, പിടിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടച്ചിരുന്ന് നമുക്ക് ഈ പാട്ട് കേൾക്കുകയും പാടുകയും ചെയ്യും. എൻ്റെ മനസ്സിൽ ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ഒരു വളരെ വ്യക്തിപരമായ ഒരു അനുഭവം ഉള്ളത്, ഈ ധ്യാനകേന്ദ്രത്തിലെ ഒരച്ഛൻ ഈ പാട്ട് എപ്പോഴും പാടും. അപ്പോൾ അതച്ഛൻ ഇങ്ങനെ കണ്ണുനീരോടെ മുട്ടുകുത്തി നിന്ന് ഈ പാട്ട് പാടുന്ന പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് ഈ പാട്ട് ആഴത്തിൽ പതിയാനിടയാക്കിയ വ്യക്തിപരമായ ഒരു ഓർമ്മ. പിന്നീട് ഈ പാട്ട് പലതവണ കേൾക്കുമ്പോൾ, എത്ര തവണ കേട്ടാലും നമ്മളറിയാതെ ആഴമായ ഒരു ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മളറിയാതെ ചെന്ന് ചേരുന്ന ഒരനുഭവം ഈ പാട്ടിന് ഉണ്ട്.
യുവാക്കളെ, ദമ്പതികളെ, കുടുംബങ്ങളെ ഇതിന്റെ മേലങ്കി കൊണ്ട് പൊതിയണേ. വിശ്വാസപൂർവ്വം ഹൃദയത്തിൽ എന്ന്
സ്വീകരിക്കാൻ സ്വർഗതുല്യമായ സന്തോഷം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, സ്തുതി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. അച്ഛന് ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ സമയത്തൊക്കെയാണോ ഈ പാട്ട് എഴുതിയത്? തീർച്ചയായിട്ടും ഈ പാട്ട് എഴുതുമ്പോൾ ഒത്തിരി വേദനകൾ ഉണ്ടായിരുന്നു. എനിക്ക് സത്യമായിട്ടും വിനോദത്തിൻ്റെ ഒരു മുമ്പ് ഇറണമെന്നുണ്ട്. അതായത് ഈ തയ്യൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടണേ, പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടണേ, പിന്നെ കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരണേ. അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഈശോ പാനപാത്രം നീങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ചെങ്കിലും പാനപാത്രം നീങ്ങിപ്പോയില്ല. മാലാഖമാരൊന്ന് ആശ്വസിപ്പിച്ചു. നമുക്ക് ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ, പല പാനപാത്രം നമ്മൾ കുടിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പാട്ട് പാടിക്കൊണ്ട സമയത്ത് എൻ്റെ മനസ്സിലൊരു കാര്യം പറയാൻ തോന്നിയത്, ഈ ദൈവകൃപയെ പറ്റി ഇങ്ങനെ വായിച്ചപ്പോൾ രണ്ട് തരത്തിലുള്ള കൃപയുണ്ടെന്ന് മനസ്സിലായി. സാങ്ക്ടിഫൈങ് ഗ്രേസ് ആൻഡ് ആക്ച്വൽ ഗ്രേസ്. ദൈവവുമായിട്ട് നമ്മുടെ ആത്മാവ് ഐക്യപ്പെട്ടിരിക്കുന്നതിന് സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്ന് പറയും. ഇപ്പം കൂദാശകളിലൂടെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഒക്കെ നമ്മൾ ഈശോയുമായിട്ട് നമ്മുടെ ആത്മാവ് ഐക്യപ്പെടും. ഈ ഐക്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാൻ വേണ്ട കൃപയുടെ പേരാണ് ആക്ച്വൽ ഗ്രേസ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ ആക്ച്വൽ ഗ്രേസ് ഉണ്ടാകുന്നുണ്ട്. ഒരു നല്ല വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആക്ച്വൽ ഗ്രേസ് ഉണ്ടാകും. വചനം വായിക്കുമ്പോൾ ആക്ച്വൽ ഗ്രേസ് ഉണ്ടാകുന്നുണ്ട്. അത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കൺവെർഷൻ, നമ്മൾ മാനസാന്തരത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്നത് മോനിക്കാമ്മയുടെ പ്രാർത്ഥന മാത്രമാണ്. പക്ഷെ മോനിക്കാമ്മയുടെ പ്രാർത്ഥന മാത്രമല്ല അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിൻ്റെ പുറകിൽ, മറിച്ച് എലിപ്പിയൂസ് എന്ന് പറയുന്നൊരു സുഹൃത്ത് അഗസ്റ്റിനുണ്ടായിരുന്നു. ഈ വ്യക്തിയുമായിട്ട് നിരന്തരം സംസാരിക്കുമായിരുന്നു. അത് ആക്ച്വൽ ഗ്രേസ്. അതായത് ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയ തിരിച്ചു വരാനും ഈ ആക്ച്വൽ ഗ്രേസ് പ്രവർത്തിക്കണം. ഈ ആ മനുഷ്യൻ വന്നിട്ട് ഈ ഈജിപ്തിലെ വിശുദ്ധ അന്തോണി എല്ലാം ഉപേക്ഷിച്ച് താമസനായിട്ട് പോയ കാര്യവും, അന്തോണിയുടെ മാതൃക പിന്തുടർന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാർ മരുഭൂമിയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതും അഗസ്റ്റിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ സംസാരം വലിയൊരു, ഈ മോനിക്കയുടെ പ്രാർത്ഥന ശരിക്കും വർക്ക് ചെയ്തത് ഈ ചെറുപ്പക്കാരനുമായിട്ടുള്ള സംഭാഷണത്തിലൂടെയാണ്. അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ ദേവാലയത്തിൽ ചെന്നപ്പോൾ ദേവാലയ സംഗീതം, പാട്ട്, ഒരു ഗായക സംഘം പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരു ആത്മാവിൻ്റെ അനക്കമുണ്ടായി. പിന്നീട് വചനം തുറന്ന് വായിച്ചു. അപ്പോൾ ഇതെല്ലാം ഗ്രേസിൻ്റെ പ്രവർത്തനം. ആ സുഹൃത്ത് സംസാരിച്ചത്, അമ്മ പ്രാർത്ഥിച്ചത്, ബൈബിൾ വായിച്ചത്, പാട്ട് കേട്ടത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും പാട്ട് കേൾക്കാൻ നമുക്ക് ഈസിയാണ് കുറച്ചും കൂടി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ പാട്ട് കേൾക്കുക, കൂടെ മൂളി പാടുക. സന്തോഷമുള്ളപ്പോൾ നമ്മൾ പാട്ടിൻ്റെ ട്യൂൺ ശ്രദ്ധിക്കും, ദുഃഖമുള്ളപ്പോൾ ലിറിക്സ് ശ്രദ്ധിക്കും എന്ന് പറയുന്നത് ശരിയാണോ? എനിക്ക് ദുഃഖമുള്ളതുകൊണ്ടായിരിക്കുമല്ലേ ഞാൻ ലിറിക്സ് ശ്രദ്ധിച്ച്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മൾ പെട്ടെന്നൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ ആരെങ്കിലും വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴി 1 മണിക്കൂർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. 1 hour ഓഫ് പ്രെയർ വിൽ മേക്ക് us ഗ്രോ ഇൻ സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ, അപ്പോൾ അത് പറയുമ്പോൾ പല ആളുകൾ, ചെറുപ്പക്കാരോടൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുന്നത് 1 മണിക്കൂർ എന്ത് പ്രാർത്ഥിക്കാനാണ് 1 മണിക്കൂർ ഇരുന്ന്. അപ്പോൾ നല്ലൊരു കാര്യം ഇതാണ്, കുറേ വർഷിപ്പിൻ്റെ പാട്ടുകൾ കേട്ട് ഒരു ആത്മാവിനെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക് ഐക്യപ്പെടുത്താനുള്ള ഒരു ഒരുക്കമായിട്ട് ഈ വർഷിപ്പ് സോങ്സ് കേൾക്കുകയും കൂടെ പാടുകയും ചെയ്താൽ നമ്മൾ കയറും. എപ്പോഴും നമ്മൾ ഓർത്തോണം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ശരീരം, മനസ്സ്, ആത്മാവ്. ആത്മാവിൻ്റെ ലോകത്തേക്ക് എത്താതെ നമുക്ക് യേശുവുമായിട്ട് ബന്ധം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ലോകത്തേക്ക് കയറാനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ശരീരവും മനസ്സും. ഈ ശരീരത്തെയും മനസ്സിനെയും ക്രോസ് ചെയ്യാൻ പെട്ടെന്ന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നല്ല സംഗീതം. അതുകൊണ്ട് ഈ പാട്ടിലൂടെ വലിയ ദൈവാനുഭവത്തിലേക്ക് വളരാൻ സാധിക്കും. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഞാനിന്ന് ഇവിടെ ഡാനിയൽ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അച്ഛൻ്റെ പോക്കറ്റിൽ കിടന്നൊരു പാട്ട്
ഫോണിൻ്റെ റിംഗ് ടോൺ കേൾക്കുന്നത് എൻ്റെ പാട്ടായിരുന്നു. അത് അച്ഛനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ കിട്ടുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ സെറ്റ് ചെയ്താന്ന് തോന്നുന്നല്ലേ. ഡാനിയൽ അച്ഛൻ, നിങ്ങൾ എപ്പോഴും അച്ഛൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുന്നത്. അച്ഛൻ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ആയിരങ്ങളെക്കാൾ സുന്ദരൻ എന്ന പാട്ടായിരുന്നു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് അടുത്ത ആ പാട്ടിലേക്ക് പോകാം. എന്താണ് അച്ഛൻ അത് റിംഗ് ടോൺ ഇടാൻ കാരണം? സത്യത്തിൽ എന്നെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ തന്നെയായിരുന്നു. അല്ല, സത്യമായിട്ട് ഞാൻ അത് ഇപ്പം ഇന്ന് ഞാൻ തമാശ പറഞ്ഞാണ് ഇപ്പോൾ അച്ഛനെ ഇമ്പ്രസ് ചെയ്യാനായിട്ടാണ്. അത് ആ പാട്ട് എനിക്ക് തോന്നുന്നു അച്ഛൻ അത് ചെയ്ത ഉടനെ തന്നെ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ കേട്ട സമയം മുതൽ നമുക്ക് ഈ ചില പാട്ടുകളുണ്ടല്ലോ, നമ്മൾ അറിയാതെ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം അകത്തിങ്ങനെ കയറി വരും. അപ്പം അങ്ങനെ കയറി വരുന്ന പാട്ടുകളിലൊന്നാണ് ആയിരങ്ങളെക്കാൾ സുന്ദരനെ. അച്ഛന് വിശ്വസിക്കാൻ പറഞ്ഞുകൂടാ, ഇന്ന് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റിരുന്ന് ആ പാട്ട് പാടി അല്പസമയം ആരാധിച്ചിരുന്നു. നന്ദി. ഈ പാട്ട് ഉണ്ടായത് ഞാൻ ഈ പുറത്തായതുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ പേരുകൊണ്ട് നിങ്ങൾക്ക് തോന്നരുത്. കുഴപ്പമില്ലായിരിക്കല്ലേ? കുഴപ്പമില്ല. ജർമ്മനിയിൽ വെച്ചാണ്. ജർമ്മനിയിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടക്കുമ്പോൾ ഒരു 50 പേര് കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആരാധനയ്ക്കിടയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചു. ഈശോയെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരു കീബോർഡ് വെച്ച് പാടുന്ന സമയത്ത് ഒന്നും ആലോചിക്കാതെ, ഒത്തിരി ആലോചിച്ച് എനിക്ക് കിട്ടില്ല കാരണം അത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ട്, ആലോചിക്കാതെ പാടിയത് ആണ് ആയിരങ്ങളെക്കാൾ സുന്ദരനെ കണ്ടതിലേറ്റവും നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. പിന്നെ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ സെക്കുലർ പാട്ടുകൾക്കിടയിൽ ഭക്തിഗാനങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാതെ ചില പോകാറുണ്ട്. അതായത് സിനിമ പാട്ടിന് ഹൈ ക്വാളിറ്റി, നമ്മുടെ പാട്ടിന് അത്രയും അങ്ങോട്ട് ക്വാളിറ്റി പോരെന്നൊക്കെ വലിയ ആളുകൾക്കിടയിൽ ചർച്ച തോന്നിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു സിനിമാ പാട്ടിനിടയിൽ ഈശോയുടെ പാട്ട് കേൾക്കുമ്പോൾ ഒരാൾ സ്കിപ്പ് ചെയ്യരുത് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ദ ബെസ്റ്റ് ഫോർ ജീസസ് എന്ന് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയിൽ അത് പാടിക്കണമെന്നും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് പല പാട്ടുകളും ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഈശോയ്ക്ക് ഏറ്റവും നല്ലത് കൊടുക്കുമ്പോൾ ഈശോ അതിനകത്ത് മഹത്വപ്പെടുന്നുണ്ട്. നമുക്കത് പാട്ട് കേൾക്കാം. എഴുന്നേറ്റ് പാടിയാലോ? എഴുന്നേറ്റ് പാടാം. അതെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കാം, ആൾക്ക് ഓക്കെ ആണോ, സന്തോഷമാണോ, സുഖമാണോ എന്ന് ചോദിക്കാമോ? ഒന്ന് ചോദിക്കാം അടുത്തിരിക്കുന്ന ആളോട്, സുഖമാണോ, സന്തോഷമാണോ? ഇവിടെ വന്നിട്ട് എങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ ഒന്ന് അടിച്ച് മുഖത്തേക്ക്. യെസ്. ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കൂടെ പാടാം, ആടാം, അടുത്തിരിക്കുന്ന ആളെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഡാൻസ് ചെയ്യാം. സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം, കാരണം കാലുമൊക്കെ ചവിട്ട് കിട്ടുമ്പോഴേ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പൊക്കെ എടുത്തൊന്ന് ആടി പാടി ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച് ഈ പാട്ടിൻ്റെ ഈരടികൾ അതിൻ്റെ ഋതത്തോട് ചേർന്ന് നമുക്ക് ആരാധിച്ച് സന്തോഷത്തോടെ പാടാം. സുന്ദരനെ കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആകാശം നിൻ തിരു കൈകളിലോ, ആഴികൾ നിൻ കൈ കുമ്പിളിലോ, നീ കൺചിമ്മിയാലത് സന്ധ്യയാകും, കൺ തുറന്നാലൻ പുലരിയാകും. നിന്നറി
സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. പേരിടാനറിയില്ല സ്നേഹമേ, ആരോടും തോന്നായും പ്രണയമേ, സാരമില്ലെന്നോതും സ്നേഹിതനെ, എന്തു വന്നാലും നീ കൂടെയില്ലേ, നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നിനച്ചിരുന്നാൽ നീ എൻ നിധിയാകും, നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നിനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.